പ്രേക്ഷകർക്കും സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയും സ്ഫോടക വസ്തു എറിഞ്ഞും ആക്രമണമുണ്ടായിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. 4 ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേറ്റിരിക്കുകയാണ്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ എത്തിയ പാലക്കാട് പോലീസിന് നേരെയാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റോബറി കേസിലെ പ്രതികളാണ്. അവരെ രഹസ്യവിവരം കിട്ടി, അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. ആ സമയത്ത് ഇവര് ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. തോക്ക് ചൂണ്ടി തോക്ക് കീഴ്പ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അത് ഏറുപടക്കം എറിഞ്ഞു. കോഴിക്കോട് നിന്നും MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അനീഷ്, നിയമം സംരക്ഷിക്കേണ്ടവർക്ക് നേരെ തന്നെ ഇപ്പോഴിത് ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. എന്താണ് ഈ ആക്രമണത്തിന്റെ പശ്ചാത്തലം? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അനുശ്രീ, ഏറെ വിവാദമായ ഒരു തട്ടിക്കൊണ്ടുപോക്കൽ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഈ 4 പ്രതികളെ പിടികൂടാനായി പാലക്കാട് നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം കോഴിക്കോട്ട് എത്തിയത്. മുഹമ്മദ് അലി എന്ന പ്രവാസി വ്യവസായി അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകും വഴി തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടുപോവുകയും തടവിൽ പാർപ്പിക്കുകയും പിന്നീട് മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്ത കേസാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു പ്രതികളെ നേരത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിനുശേഷമാണ് അന്വേഷണം തുടരുകയും ഈ പ്രതികളിലേക്ക് കൂടി പോലീസ് എത്തുകയും ചെയ്തത്. ഇന്ന് രാവിലെ പെരുവയൽ എന്ന സ്ഥലത്തുള്ള ഒരു ജില്ലയിലാണ് ഈ പ്രതികൾ ഉണ്ട് എന്ന രഹസ്യ വിവരം പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനായി എത്തിയത്. വീട്ടിലേക്ക് പോലീസ് എത്തിയപ്പോൾ തന്നെ ഈ പ്രതികൾ പോലീസിന് നേരെ തോക്ക് ചൂണ്ടുകയും ഒപ്പം പന്നിപ്പടക്കം എറിഞ്ഞ് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയുമായിരുന്നു. തുടർന്ന് പോലീസും പ്രതികളുമായി മൽപ്പിടുത്തമുണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ മാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലത്തേക്ക് എത്തുകയും പ്രതികളെ കീഴടക്കുകയുമായിരുന്നു. 4 പോലീസുകാർക്ക് പരുക്കുണ്ട്. ഇതിൽ 2 പേർക്ക് സാരമായ പരുക്കൾ, കൈക്കും കഴുത്തുമൊക്കെ പരുക്കേറ്റിട്ട് ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഈ പോലീസിന് നേരെ നടത്തിയ ബലപ്രയോഗത്തിൽ പ്രതികൾക്കും നിസ്സാരമായ ചില പരുക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിരവധി കേസുകളിലെ പ്രതിയായ ആടി ഷമീർ അടക്കമുള്ളവരായിരുന്നു ഈ കൊലയാളി ഈ സംഘത്തിൽ, ഈ തട്ടിക്കൊണ്ടുപോക്ക് സംഘത്തിൽ ഉണ്ടായിരുന്നത്. അവരെയാണ് പോലീസ് പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത് 2 പിസ്റ്റളുകൾ പ്രതികളുടെ പക്കൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ പിസ്റ്റളുകൾ ചൂണ്ടിയാണ് പോലീസിന് നേരെ ഈ പ്രതികൾ വധഭീഷണി മുഴക്കിയത്. ഇതിനുശേഷം കൈവശമുണ്ടായിരുന്ന പന്നിപ്പടക്കമെടുത്ത് പോലീസുകാർക്ക് നേരെ എറിയുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഏറെ സാഹസികമായി തന്നെയാണ് ഈ പ്രതികളെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. 2025 ഡിസംബറിലായിരുന്നു ഈ കേസിനാസ്പദമായ അല്ലെങ്കിൽ ഈ പ്രതികളുടെ അറസ്റ്റിലേക്ക് ആസ്പദമായ സംഭവം ഉണ്ടായിരുന്നു. അവിടെ മലപ്പുറം സ്വദേശിയായ വണ്ടൂർ സ്വദേശിയായ പ്രവാസി വ്യവസായിയാണ് മുഹമ്മദ് അലി. അദ്ദേഹം വിമാനത്താവളത്തിലേക്ക് പോകാൻ, അതായത് വിദേശത്തേക്ക് പോകാനായി പോകുന്നതിനിടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെയാണ് വഴിയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കാറ് തടഞ്ഞു നിർത്തുകയും പ്രതികൾ അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത് ആദ്യം മലപ്പുറം ഭാഗത്തൂടെ പോയ അവർ മറ്റൊരു വാഹനത്തിലേക്ക് മുഹമ്മദ് അലിയെ കയറ്റിയ ശേഷം പിന്നീട് പാലക്കാട് അതിർത്തിയായ കോഴിക്കാട്ടൂർ പാലത്തിന് സമീപത്ത് വെച്ച് മറ്റൊരു ഇടത്തേക്ക് ഒളിസങ്കേതത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഒളിവിൽ വെച്ച് വലിയ തോതിലുള്ള ശാരീരിക പീഡനങ്ങൾക്ക് താൻ വിധേയനായതായി പിന്നീട് ഇദ്ദേഹം പറഞ്ഞിരുന്നു. ഇദ്ദേഹത്തിൻ്റെതായ ഒരു ശബ്ദരേഖ ആ ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തു. സാമ്പത്തികമായ ചില തർക്കങ്ങൾ ഒരു ഇടപാടുകാരുമായി ഉണ്ടാവുകയും ആ തർക്കം പിന്നീട് തന്നെ തട്ടിക്കൊണ്ടുപോകുന്നതിലേക്ക് കലാശിക്കുകയും ചെയ്തു എന്നാണ് അന്ന് മകൻ അയച്ച ഓഡിയോ ക്ലിപ്പിൽ മുഹമ്മദ് അലി പറഞ്ഞത്. 70 കോടി രൂപ ഈ ആളുകൾക്ക് നൽകണമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. അല്ലെങ്കിൽ തന്നെ കൊന്നുകളയുമെന്നുള്ള ഭീഷണിയൊക്കെ ഇവർ മുഴക്കിയിട്ടുള്ളതുകൊണ്ട് സ്വമേധയാ തന്നെയാണ് താൻ ഇക്കാര്യം പറയുന്നത്. പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥരൊന്നും ഈ കാര്യം അറിയിക്കരുത് എന്ന കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വലിയ സംശയമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നത്. അദ്ദേഹത്തിന് ഈ നീലഗിരിയിൽ ഒരു കോളേജ് നടത്തിപ്പിൽ പങ്കാളിയായിരുന്നു അദ്ദേഹം. ആ കോളേജുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടായെന്ന രീതിയിലൊക്കെയുള്ള പ്രചാരണങ്ങളാണ് ആ ഘട്ടത്തിലെത്തിയത്. ആ സാമ്പത്തിക തർക്കത്തിനൊടുവിലാണ് തട്ടിക്കൊണ്ടുപോയതെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നീടാണ് അദ്ദേഹം അവരുടെ തടവിൽ നിന്നും രക്ഷപ്പെട്ടത്. ആ തടവ് തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ട് ഇറങ്ങുകയും ഒരു പള്ളിയിൽ അഭയം പ്രാപിക്കുകയുമായിരുന്നു. അങ്ങനെ ആ പള്ളിയിൽ നിന്ന് ആണ് ആളുകൾ അദ്ദേഹത്തെ പോലീസിനെ അറിയിക്കുകയും പോലീസ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയും ഒക്കെ ചെയ്ത് ഈ അക്രമത്തിൽ കാര്യമായ പരിക്കേറ്റ മുഹമ്മദ് അലി കുറച്ചു ദിവസം ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് വിദേശത്തേക്ക് അദ്ദേഹത്തിന് പോകാൻ കഴിഞ്ഞത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുകയും തൊട്ടടുത്ത ദിവസം തന്നെ ആക്രമിച്ച സംഘം എന്ന് പറയുന്നവർ ഗുണ്ടാ സംഘമായിരുന്നു. അവർക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടായിരുന്നു? അതുപോലെ തന്നെ ഇതിൽ മറ്റെന്തെങ്കിലും കൂടുതൽ നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നുണ്ടോ?
തീർച്ചയായും ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ആട് ഷമീറിന് എതിരെ ഒരുപാട് കേസുകൾ, ക്രിമിനൽ കേസുകൾ ഇതിനകം തന്നെ എടുത്തിട്ടുള്ളതാണ്. കൊലപാതക ശ്രമവും അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോകൽ പോലെയുള്ള ഗുണ്ടാ പരിപാടികളിൽ കൊട്ടേഷൻ പരിപാടികളിലൊക്കെ പങ്കെടുത്തു വരുന്ന ആളാണ് ഇദ്ദേഹമെന്നാണ് അറിയുന്നത്. എന്തായാലും ഈ തട്ടിക്കൊണ്ടുപോക്കലിലെ ഇവരുടെ ഒരു വരവ് ഈ മുഹമ്മദ് അലിയുടെ സുഹൃത്തായ മുഹമ്മദ് അലിയുടെ ബന്ധുവായ സിയാസ് എന്ന ആൾ വഴിയായിരുന്നു. സിയാസിന് ഈ മുഹമ്മദ് അലിയുമായി വളരെ അടുത്ത് പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്. ഒരുപാട് കാലം ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് നടത്തിപ്പൊക്കെ നോക്കി നടത്തിയ ഒരു വിശ്വസ്തനായ ആളായിരുന്നു സിയാസ്. ഈ സിയാസിനെ ചില ചുമതലകളിൽ നിന്നും ആ കാലത്ത് മുഹമ്മദ് അലി മാറ്റിയിരുന്നു. ഇതേ തുടർന്ന് ഈ സിയാസാണ് ഈ മറ്റുള്ളവരെ സംഘടിപ്പിക്കുകയും ഈ കൊട്ടേഷൻ നൽകുകയും ചെയ്ത് ആട് ഷമീർ അടക്കമുള്ളവർക്ക് കൊട്ടേഷൻ നൽകിയത് സിയാസാണ് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് ആ കേസുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 10ഓളം പേരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ തുടരന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ പുതിയ അറസ്റ്റുകളിലേക്ക് കൂടി പോലീസ് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും വളരെ ആസൂത്രിതമായി ചെയ്ത ഒരു കുറ്റകൃത്യമാണ് എന്ന് തന്നെ പോലീസ് പറയുന്നു. കാരണം ഈ സിയാസിലേക്ക് നേരിട്ട് എത്താതിരിക്കാൻ മറ്റ് ഇടനിലക്കാർ വഴിയാണ് കൊട്ടേഷൻകാരെ ബന്ധപ്പെടുകയും ഈ സിയാസും കൊട്ടേഷൻകാരും തമ്മിൽ പരസ്പരം ബന്ധപ്പെടാതിരിക്കുന്നതിനുള്ള ഒരു നീക്കമൊക്കെ നടത്തി. ഒപ്പം ഏറ്റവും അടുത്ത ബന്ധുവായ ഇയാളിലേക്ക് ഒരു സംശയമുന നീളില്ല എന്നൊരു കരുതലും കണക്കൂട്ടലുമൊക്കെ ഈ പ്രതിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് പോലീസ് ആദ്യ പ്രതിയെ പിടികൂടിയതോടുകൂടി തന്നെ മറ്റു പ്രതികളിലേക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയുകയും ചെയ്തു. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ പുതിയ അറസ്റ്റുകളിലേക്കും നീങ്ങുന്നത്. എന്തായാലും കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ എത്രമാത്രം സംഘടിതരും ആയുധങ്ങളുമായൊക്കെയാണ് നടക്കുന്നത് എന്നതിന് ഒരു വ്യക്തമായ ഉദാഹരണം കൂടിയാണ്. കാരണം പോലീസ് സംഘം എത്തുമ്പോഴും തോക്ക് ചൂണ്ടി വെടിയുതിർക്കുമെന്ന ഭീഷണി മുഴക്കി അവരിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം, ഒപ്പം കൈവശമുള്ള പന്നിപ്പടക്കം, ഈ നാടൻ പടക്കം എന്നൊക്കെ പറയുന്ന പന്നിപ്പടക്കം ഈ പോലീസുകാർക്കെതിരെ നിർഭയരായി എറിയാനുള്ള ഒരു ധൈര്യം. മറ്റൊരു കാര്യം, ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രതികളെ ഒക്കെ പിടികൂടാൻ പോലീസിന് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ടാണ് പോലീസ് ഈ അന്വേഷണം നടത്തിയതും അവരാക്രമിക്കപ്പെടുന്നതും ഒക്കെ. ഈ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ? അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മനസ്സിൽ ഈ തട്ടിക്കൊണ്ടുപോക്കുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ സിയാസ് എന്ന ആളെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ആദ്യം ഈ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലെ ഒരാളെ പോലീസിന് കണ്ടെത്താൻ കഴിയുകയും അവരിൽ വഴി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മറ്റുള്ള പ്രതികളിലേക്ക് എത്തുകയും ഈ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായ സിയാസ് എന്ന ആളുകളിലേക്ക് എത്തുകയും ചെയ്ത് അതിനുശേഷമാണ് പോലീസ് അന്വേഷണത്തിൽ ഈ ഷമീർ അടക്കമുള്ള ആളുകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ ഉള്ള പങ്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്തത്. എന്തായാലും അതിസാഹസികമായി തന്നെയാണ് ഈ പ്രതികളെ പോലീസ് പിടികൂടിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. അതീവ ശക്തരായ അല്ലെങ്കിൽ ഏത് മാർഗത്തിലും അന്വേഷണ സംഘത്തെ പോലും വകവരുത്താൻ ശേഷിയുള്ള ആളുകളാണ് ഈ ഗുണ്ടാ സംഘം എന്നതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഒരുപക്ഷെ ഈ സ്ഫോടവസ്തു എറിഞ്ഞതൊക്കെ പോലീസുകാരുടെ ദേഹത്തേക്കോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലത്തേക്കോ വീഴുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ആക്രമണത്തിൻ്റെ ഒരു വ്യാപ്തി വലുതാകുമായിരുന്നു. ഒപ്പം ഈ ഭീഷണിക്കൊപ്പം വെടിയുതിർക്കുകയോ മറ്റോ ചെയ്തിരുന്നെങ്കിലും പോലീസുകാരുടെ ജീവൻ പോലും അപകടത്തിലാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയേനെ. എന്തായാലും അവസരോചിതമായി തന്നെ മാവൂർ പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാരെത്തുകയും ഈ പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് ചെയ്തത്. പ്രതികൾക്കും പോലീസിനും പരിക്ക് പറ്റിയിട്ടുമുണ്ട്. എന്തായാലും ഈ കുറ്റവാളികളെ കസ്റ്റഡിയിലെടുക്കാൻ ബലപ്രയോഗത്തിലൂടെയാണെങ്കിലും പോലീസിന് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അനുശ്രീ, കോഴിക്കോടാണ് പോലീസുകാർക്ക് നേരെ തോക്ക് ചൂണ്ടിയും സ്ഫോടക വസ്തു എറിഞ്ഞും ആക്രമണമുണ്ടായിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥർക്കാണ് സാരമായി പരിക്കേറ്റ സാഹചര്യമുണ്ടായത്. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ചെത്തിയപ്പോഴാണ്, പാലക്കാട് എത്തിയപ്പോഴാണ് പോലീസിന് നേരെ ഈ ഒരു ആക്രമണം ഉണ്ടായത്. പോലീസുകാർക്ക് മാരകമായ രീതിയിലുള്ള പരിക്കുകൾ ഏൽക്കുകയും ചികിത്സ തേടുകയും ഒക്കെ ചെയ്തു. ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൂടുതൽ നടപടികളിലേക്കൊക്കെ പോലീസ് കടക്കുകയാണ്. MS അനീഷ് കുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈ അധ്യാപകൻ അടിച്ചൊടിച്ചു. മലപ്പുറത്താണ് സംഭവം. അധ്യാപകൻ സ്ഥിരമായി പ്രാകൃത ശിക്ഷ നടത്തുന്നയാളാണെന്ന് അടിയേറ്റ വിദ്യാർത്ഥിനി പറയുന്നു. കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വീണ്ടും എഴുതിച്ചതായും കുട്ടി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. ഞാൻ അടിക്കരുത് പറഞ്ഞു, എന്നിട്ട് സാർ എന്നെ കൈ കൊണ്ട് തന്നെ എഴുതിപ്പിച്ച്. എനിക്ക് പെണ്ണൊന്നും പിടിക്കാൻ വെച്ചില്ല. സാറ് കുറെ കുട്ടികളെ അടിക്കലുണ്ട്. ഇതിന്റെ മേലുള്ള ഒരു കുട്ടീനെ അടിച്ചിട്ട് ഓളെ കൈ വീങ്ങിക്കണം. എന്നിട്ട് ഒരു കുട്ടീൻ്റെ അടിച്ചിട്ട് കൈ ആകെ അങ്ങനെ വളഞ്ഞ മാറ്റിയിരുന്നു. അടികൊണ്ടപ്പോൾ ഷോക്ക് ഏറ്റ പോലെയാണ് അനുഭവപ്പെട്ടതെന്ന് കുട്ടി പറഞ്ഞതായി കുട്ടിയുടെ അമ്മ പറയുന്നു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മാതാപിതാക്കളുടെ തീരുമാനം. കുട്ടീൻ്റെ കൈ കണ്ടതിന് ശേഷമാണ് ഇത് ഇത്ര വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കുട്ടിക്ക് ഭയങ്കര ഇതായിട്ടുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായത്. അതുവരെ മാഷ് വിളിച്ചപ്പോഴൊന്നും
മാഷ് പറഞ്ഞത് ക്ലാസ് ശ്രദ്ധിക്കാത്തതിന് ചെറുതായിട്ട് ശിക്ഷിച്ചിരുന്നു. അപ്പം തൊട്ട് കരച്ചിൽ തുടങ്ങി അങ്ങനെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സാറിപ്പോൾ എന്തില് ഇതായാലും ഇപ്പൊ ഇങ്ങനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഉള്ളം കൈയിലൊക്കെ അടിക്കുക. ഇതിപ്പോ ഈ ഒരു സൈഡത്തെ ഭാഗത്താ പൊട്ട് വന്നാണ്. അതിന് അവള് പറയണത് പിന്നെ എന്താണ് ഇങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൈ ഷോക്ക് അടിച്ച മാതിരി എനിക്ക് ഭയങ്കര കൈയൊക്കെ കുഴഞ്ഞു പോകണ മാതിരി പോകാൻ തോന്നി. പിന്നെ അതിനുശേഷം മാഷ് പിന്നെ എഴുതിച്ചെന്നൊക്കെ പറയണത് ആ കൈ കൊണ്ട് തന്നെ. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നിക്കണ് ഞങ്ങക്ക്. വല്ലാത്ത വിഷമമായി പോയി നമുക്ക് സംഭവിച്ചപ്പോൾ. ഇല്ല, അപ്പോൾ ഇങ്ങനെ മക്കളിൽ നിന്നല്ല, അങ്ങനെ ഒരു മനസ്സിന് ഭയങ്കര വിഷമമായി. പഠിത്തത്തിലായാലും ആ മാസ വിഷയത്തിൽ തന്നെ കുട്ടിക്ക് ക്ലാസ്സിൽ പരീക്ഷ എടുത്തപ്പോൾ ഫുൾ മാർക്കൊക്കെ ഉണ്ട്. പഠിക്കുന്നില്ല എന്നുള്ള ഇതിലല്ല മാഷ അടിച്ചിട്ടുള്ളത്. നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇനി ഇങ്ങനെ സംഭവിക്കരുത് വേറൊരു കുട്ടിക്ക്. പോലീസും കേസെടുത്തു. വടകര സ്വദേശി ബൽരാജിനെതിരെ ജുവനൈൽ ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ സ്കൂളിന് പരാതി കിട്ടിയിട്ടില്ലെന്നും കിട്ടിയാൽ ഉടൻ അധ്യാപകർക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. CV അനുമോദ് ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. അനുമോദ്, സ്വന്തം മക്കളെ പോലെ കണ്ട് വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ട, അവരെ പഠിപ്പിക്കേണ്ട ആളുകളാണ് അധ്യാപകരെന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ ഒരു അധ്യാപകന്റെ ഭാഗത്തു നിന്നാണ് ഇത്തരമൊരു ക്രൂരമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് കുട്ടിയെ ഇങ്ങനെ ഇയാൾ ഉപദ്രവിക്കാനുണ്ടായ കാരണം? അത്യധികം വേദന ഉണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ് കൽപ്പകഞ്ചേരി സംഭവിച്ചത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്കാണ് അധ്യാപകന്റെ കയ്യിൽ നിന്നും ഇത്തരം ക്രൂര മർദ്ദനം ഉണ്ടായതും കുട്ടിയുടെ കൈ ഒടിക്കുകയും ചെയ്തത്. എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ നിന്ന് ഒന്ന് അടിച്ചു, കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നു എന്നൊക്കെയാണ് ആദ്യം ഈ അധ്യാപകൻ ഇതിന് പറഞ്ഞിരുന്നത്. കൈത്തണ്ടയ്ക്ക്, കൈയുടെ ഉള്ളം കൈക്ക് പകരം കൈത്തണ്ടയ്ക്കാണ് ഈ കുട്ടിയുടെ അടി വീണത്. തുടർന്ന് കുട്ടിയുടെ കൈ നീര് വന്നു, കൈ പൊക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. ആ കുട്ടിയുടെ ക്ലാസ് ടീച്ചറാണ് ഇന്നലെ ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തത്, വാരി കൊടുത്തത്. തുടർന്ന് ഈ കുട്ടിയെ വീട്ടിൽ ഈ തല്ലിയ അധ്യാപകൻ അടക്കം കൊണ്ടുചെന്ന് ആക്കുകയായിരുന്നു. അപ്പോഴും ഈ അധ്യാപകൻ ന്യായീകരിക്കുകയാണ് അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട്. തുടർന്ന് വൈകുന്നേരം ആശുപത്രി എത്തിച്ചപ്പോഴാണ് കൈയിൻ്റെ എല്ലിന് ചെറിയ ഒരു ഒടിവ് വന്നു, പൊട്ടലുണ്ടെന്ന് കണ്ടത്. തുടർന്ന് പ്ലാസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്താണെങ്കിലും ആർക്കും വേദന തോന്നുന്നൊരു കാര്യം തന്നെയാണ് കുട്ടികൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണം. അതും അധ്യാപകൻ, ഗുരുനാഥൻ തന്നെ ഇതിനൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് വലിയ തോതിൽ തന്നെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് ആദ്യമായിട്ടല്ല ഈ ഒരു ബൽരാജ് അധ്യാപകൻ ഇങ്ങനെ തല്ലുന്നതെന്ന് കുട്ടി തന്നെ പറയുന്നുണ്ട്. ക്ലാസ്സിലെ മറ്റു കുട്ടികളെ തല്ലിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റു കുട്ടികൾക്ക് ഇതുപോലെ ഇയാളുടെ തല്ലി കിട്ടിയിട്ടുണ്ട്, കൈ നീര് വന്നിട്ടുണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു തുടർച്ചയായിട്ട് ഇയാളുടെ ഒരു സ്വഭാവ വൈകൃതത്തിൻ്റെ ഒരു അടയാളമായിട്ട് വേണം കാണും. ഇത്തരം മാനസിക രോഗികളൊക്കെയാണ് അധ്യാപകരായിട്ട് വരുന്നതെന്ന് നമ്മളെ കുട്ടികളൊക്കെ എന്ത് ധൈര്യത്തിൽ സ്കൂളിലേക്ക് വിടുമെന്നാണ് രക്ഷിതാക്കളൊക്കെ ചോദിക്കുന്നത്. കാരണം വടി ഉപയോഗിച്ച് തല്ലാൻ ആർക്കും ഇപ്പോൾ അധികാരം കൊടുക്കുന്നില്ല. പക്ഷെ ആ സ്ഥാനത്താണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടിയെ വടി കൊണ്ട് കൈ അടിച്ച് പൊട്ടിച്ചിരിക്കുന്നത്. ഇത് നമുക്ക് തീർച്ചയായിട്ടും വലിയ വിമർശനം ഉയർത്തുമെന്ന് മാത്രമല്ല, ഇത് അനുവദിക്കാനാകില്ല. ഇനി മറ്റൊരു കുട്ടിക്ക് ഇതേപോലത്തെ അവസ്ഥ വരാൻ പാടില്ല എന്ന് തന്നെയാണ് ആർക്കും മനസ്സിൽ തോന്നുക. പോലീസ് കേസെടുത്തിട്ടുണ്ട്. അയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് അറിയാനാകുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തും ഏറെ വൈകാതെ എന്ന് നമുക്ക് അറിയാനാകുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും കുട്ടിക്ക് നേരെയുള്ള അതിക്രമത്തിന് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമായിരിക്കും ഇയാൾക്കെതിരെ കേസെടുക്കുന്നത്. അതുപോലെ തന്നെ ബാലാവകാശ കമ്മീഷനും ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയുടെ മൊഴിയും ബാലാവകാശ കമ്മീഷൻ രേഖപ്പെടുത്തും. സ്കൂൾ അധികൃതർ ഇപ്പോഴും ഇതിൽ സ്കൂളിലേക്ക് ഈ കുട്ടിയുടെ രക്ഷിതാക്കളുടെ ഭാഗത്തും പരാതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് അധ്യാപകർ ഇതിന് നടപടി എടുക്കാതെ കാത്തു നിൽക്കുകയാണ്. പക്ഷേ ഇയാൾ അതാണ് അനുമോദ്. ഈ കുട്ടിക്ക് മാത്രമല്ല, അനുമോദ് പറഞ്ഞതുപോലെ ഇതിനു മുൻപ് മറ്റു പല കുട്ടികൾക്കും ഇയാളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും സ്കൂളിന് പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഈ കുട്ടിയുടെ മാതാപിതാക്കളും പരാതി നൽകിയില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്കൂൾ ഇയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് വേണോ നമ്മൾ മനസ്സിലാക്കാൻ? തീർച്ചയായും സ്കൂൾ അധികൃതർ ഇയാളെ പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. കാര്യം ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ എല്ലാ സ്കൂളിലും ഒരു അടിയൻ മാഷുമാരുണ്ടാവും. അടിയൻ മാഷുമാരെ നിലനിർത്തുന്ന സ്കൂൾ മാനേജ്മെന്റ് ആവശ്യം പോലെയാണ് ഈ നടപടികൾ കാണുമ്പോൾ തോന്നുക. സ്വാഭാവികമായിട്ടും ഇത് കർശനമായിട്ട് നടപടികളിലേക്ക് വിധേയമാക്കണം. മറ്റൊരു കുട്ടിക്ക് ഇതേപോലെ ഒരു അവസ്ഥ ഉണ്ടാവരുത്. കുട്ടികളെ ചിലപ്പോൾ അധ്യാപകർ വഴക്ക് പറഞ്ഞിരിക്കും, ഗുണദോഷിച്ചിരിക്കും. പക്ഷെ അവരെ ഇങ്ങനെ തല്ലിച്ചതച്ച് കൈയൊടിക്കാനൊന്നും ഒരു നിയമത്തിലും അനുവദിക്കുന്നുമില്ല. ആരും അത് ചെയ്യാനും പാടില്ല. അത് ഈ അധ്യാപകൻ എന്തെങ്കിലും മാനസിക പ്രശ്നം ഉണ്ടാകണം, അത്രയൊക്കെ കുട്ടികൾക്ക് നേരെ
കയ്യേറ്റം ചെയ്യുവാനും ആ കുട്ടികളെ ഇങ്ങനെ വേദനിപ്പിച്ച് ഉപദ്രവിക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കൗൺസിലിംഗ് നടത്തുകയും ചികിത്സ നടത്തുകയാണ് ചെയ്യുന്നത്. അല്ലാതെ കുട്ടികളെ നേരെ അഴിഞ്ഞാട്ടം നടത്തുന്നവരെ അഴിച്ചു വിടുകയല്ല വേണ്ടതെന്ന് എല്ലാ രക്ഷിതാക്കളും ഒരുപോലെ തന്നെ പറയുന്ന ഒരു കാര്യമാണ്. എന്നാണെങ്കിലും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും അവർക്ക് നടപടിയെടുക്കേണ്ട സാഹചര്യം വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിൽ കുട്ടിയുടെ മൊഴി തന്നെയാണ് പ്രധാനപ്പെട്ടത്. കുട്ടീനെ കൃത്യമായി പറയുന്നുണ്ട് തനിക്ക് എങ്ങനെയാണ് തല്ലി കിട്ടിയത്, എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് വന്ന് അധ്യാപകൻ അടിക്കുകയായിരുന്നുവെന്ന്. ആ കുട്ടി ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അടിച്ചു എന്നാണ് രക്ഷിതാക്കളോട് പറഞ്ഞത്. പക്ഷേ കൈയിൻ്റെ പുറമൊക്കെ അടിച്ച് പൊട്ടിച്ച് എല്ലൊക്കെ പൊട്ടിക്കാൻ എന്ത് തരത്തിലുള്ള അധികാരമാണ് ഈ അധ്യാപകന് ഉള്ളത് എന്ന ചോദ്യമാണ് വരുന്നത്. എന്നാണെങ്കിലും വലിയ വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് കൽപ്പകഞ്ചേരിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടി തന്നെ ഇതിലുണ്ടായിട്ടുണ്ട്. ഇയാൾക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടായിരിക്കും. ബാലാവകാശ കമ്മീഷനും കേസെടുക്കും. സ്വാഭാവികമായിട്ടും ഈ അധ്യാപകനെതിരെ സ്കൂളിനും നടപടിയെടുക്കാൻ സ്കൂൾ അധികൃതരും നിർബന്ധിതരാകുമെന്ന് ഉറപ്പാണ്. അനുമോദ്, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു കാരണമില്ലാതെയാണ് ആ അധ്യാപകൻ ഈ കുട്ടിയെ ഉപദ്രവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുപോലെ തന്നെയാണ് മറ്റു കുട്ടികളെയും അയാൾ ഉപദ്രവിച്ചിരിക്കുക. ഇപ്പോൾ ആ കുട്ടികളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം പുറത്തു വരുന്നുണ്ടോ? നമുക്കിപ്പോൾ നിലവിൽ ഈ പരിക്കേറ്റ കുട്ടിയുടെ രക്ഷിതാക്കളുടെ പ്രതികരണം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റു കുട്ടികൾ ആരാണെന്ന് നമുക്കറിയില്ല. കുട്ടിയും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഈ കുട്ടിക്കുണ്ടായ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പേർ പരാതിയുമായി വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പക്ഷേ അതിന് പരാതി കൊടുക്കുമ്പോൾ മുമ്പ് കൊടുക്കാത്തതിന്റെ കാരണങ്ങൾ പലതായിരിക്കും. പേടിച്ചിട്ടായിരിക്കാം. ഒരുപക്ഷെ അധ്യാപകനെതിരെ പരാതി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം അവർക്ക് തോന്നിയിട്ടായിരിക്കും. എന്നാണെങ്കിലും ഇപ്പോൾ ഒരു കേസൊക്കെ വന്ന സാഹചര്യത്തിൽ കൂടുതൽ പേർ പരാതിയുമായിട്ട് വരാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത്. നമ്മൾ ഈ കുട്ടിയുടെ മൊഴിയാണ്, ഈ കുട്ടി നമ്മളോടൊക്കെ പറഞ്ഞതാണ് നമുക്ക് മുമ്പിലുള്ളത്. മറ്റു കുട്ടികൾക്കും ഇതേപോലെ മർദ്ദനം ഏറ്റിട്ടുണ്ടെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവരുടെ രക്ഷിതാക്കളും സമാനമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്നാണെങ്കിലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പരാതികൾ വന്നേക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ശരി, മലപ്പുറത്താണ് 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈ അധ്യാപകൻ തല്ലിയൊടിക്കുന്ന സാഹചര്യം ഇയാൾ സ്ഥിരമായി ഇത്തരത്തിൽ പ്രാകൃത ശിക്ഷ നടത്തുന്നയാളാണ് എന്നാണ് അടിയേറ്റ വിദ്യാർത്ഥിനി പറയുന്നത്. മറ്റു കുട്ടികൾക്കും ഇത്തരത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീട്ടുകാർ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി മറ്റു കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരും ഇനി പരാതിയുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ അധികൃതർ ഇതിൽ നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അധ്യാപകനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രവണതയാണ് സ്കൂളിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിലെന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. CV അനുമോദാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് നടുക്കുന്ന സംഭവമുണ്ടായത്. അട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. കഴിഞ്ഞ മാസം 10-നാണ് ഇവരെ കാണാതാകുന്നത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവ് പോലീസ് പിടിയിലായി. കവർച്ചയ്ക്കും കൊലപാതകത്തിനും ഇയാളെ സഹായിച്ച 17-കാരനായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അറിയില്ല. ഇവിടെ ആ അമ്മനെ കാണാല എന്നാണ്. അങ്ങനെയാണ് അവിടെ പോസ്റ്റർ ഒട്ടിയിരിക്കുന്നത്. ആ അമ്മനെ കാണാല, എന്താ സാർസാറിന് കാണാല. ഇപ്പൊ ഈ വയസ്സായതല്ല എവിടെയെങ്കിലും പോയി നിൽക്കുന്നുണ്ട്. അവന്റെ പേരന മകനൊക്കെ ഇടയിലടിയിൽ പോലീസ് വരാറുണ്ട്. അപ്പൊ ഇവിടെ വന്നിപ്പോ എൻക്വയറി ഒക്കെ ചെയ്തിട്ട് തോന്നുന്നു. അപ്പൊ ഞങ്ങൾ അതൊന്നും കാര്യമായി എടുത്തില്ല. ഇങ്ങനെയൊക്കെ നടക്കും നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ എന്താ സാർസാറിനെ കാണാല എന്ന് വെച്ചിട്ട് ഇരുന്നതാണ്. ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ ഞങ്ങൾ അവിടെ പോയിട്ട് വരുമ്പോഴാണ് ഈ സംഭവം ഇങ്ങനെയാണോ എന്നുള്ളത് അറിയില്ല. അറിയില്ല. ആ ചക്ക ആദ്യം അവരെന്തോ വാക്ക് തർക്കം പറഞ്ഞിട്ട് ഒരു ചക്കനെ വെട്ടിയിട്ടുണ്ട്. കയ്യിലൊക്കെ വെട്ടി മുറിവാക്കിയിട്ട് ആ ചക്ക ഒരുപാട് സുഖൂലൊക്കെ പറഞ്ഞിട്ട് വന്നാണ്. അപ്പോൾ ആ ചക്ക മറുപടിയും വരും. പരോൾ ഇവിടെ വന്ന് ജയിലിൻ്റെ അത് കഴിഞ്ഞ് വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ പേടി തന്നെ. 15 വയസ്സായ ചക്കനെ കണ്ട് പേടിക്കേണ്ട നിലമയായി ഇപ്പോൾ ഞങ്ങൾക്ക്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ ഈ പിടിയിലായിരിക്കുന്ന യുവാവ് ഇതിനു മുൻപ് എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? അനുശ്രീ, ശരിക്കും ആ നാടിനെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഇന്ന് ഉച്ചയോടുകൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് സരസമ്മാള് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതി അട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെ കാണാതാവുന്നത്. 12-ാം തീയതിക്ക് സരസമ്മാളിന്റെ മോള് കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. അതിനുശേഷം പോലീസ് FIR ഇട്ട് അന്വേഷിച്ചു വരികയായിരുന്നു. അപ്പൊ പോലീസ് അന്വേഷിച്ചു വരുന്നത് ഈ പ്രദേശത്ത് സമീപത്തുള്ള പ്രദേശവാസികളെല്ലാം അന്വേഷിച്ചു വരുമ്പോൾ അടുത്ത 2 യുവാക്കൾ ഇപ്പോൾ അറസ്റ്റിലായ ഒരു യുവാവ് ഇതിനു മുൻപും അവിടുത്തെ പ്രശ്നക്കാരനും അത് മാത്രമല്ല ഒരു അടിപിടി കേസിൽ ഒരാളെ വെട്ടിയ കേസിലെ പ്രതിയുമാണ്. കുറച്ചു കാലം അയാൾ ജയിലിൽ
ജയിലിലുമായിരുന്നു. അതിനുശേഷം പുറത്തു വന്ന ശേഷം സരസമ്മ പുറത്തു വരികയും പുറത്തു വരുന്നു. ഒരു ദിവസം കഴിഞ്ഞ 10-ാം തീയതി സരസമ്മാളിന്റെ വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നതും അതിലുള്ള സരസമ്മാളിന്റെ ദേഹത്തുള്ള സ്വർണ്ണാഭരണമാണ് ഇവരിന് മോഷ്ടിക്കാനാണ് ഇവരുടെ ലക്ഷ്യം. അതിനെ സ്വർണ്ണാഭരണം മോഷ്ടിക്കുന്നതിനിടെ സരസമ്മാളിനെ തലക്കടിച്ച് വീഴ്ത്തുകയായിരുന്നു. അതിനുശേഷം സമീപത്തുണ്ടായിരുന്ന ബാത്റൂമിൽ ഉള്ള ഒരു ഇരുമ്പിന്റെ ഡ്രം ഉണ്ടായിരുന്നു. ആ ഡ്രമ്മില് ഈ സരസമ്മാളിന്റെ മരിച്ച സരസമ്മാളിനെ അതിലിട്ട് കത്തിക്കുന്നു. പാതി കത്തിയ മൃതശരീരം പുറത്തെടുത്ത് ഒരു ചാക്കിലാക്കി സമീപത്തുള്ള കുറ്റിക്കാട്ടിൽ കുഴിച്ചിട്ടു എന്നാണ് ഇപ്പോൾ പോലീസിന് ഇവർ കൊടുത്ത മൊഴി എന്നാണ് നമുക്ക് പുറത്തു വരുന്ന അറിയാൻ കഴിയുന്നത്. അതുമാത്രവുമല്ല, ഈ സരസമ്മാൾ കോയമ്പത്തൂരും ഉക്കടത്തിലൊക്കെ പോയി പച്ചക്കറി വാങ്ങിച്ചു കൊണ്ടുവന്ന് സമീപത്തുള്ള ആളുകൾക്ക് വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ ഒറ്റയ്ക്കാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ പരിസരവാസികളെല്ലാം 10-ാം തീയതി മുതൽ സരസമ്മാളെ കാണാനില്ല എന്ന് പറയുന്നതും എന്ന് അറിഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്നത്. അതുമാത്രവുമല്ല, ഈ കുറച്ച് ദിവസങ്ങളായി പോലീസ് അവിടെ അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഇങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എന്ന് ഇപ്പോൾ അവിടെ നാട്ടുകാർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിത്ത്, അതുപോലെ തന്നെ ഈ പ്രതിയെ സഹായിച്ച 17-കാരൻ പ്രായപൂർത്തി പോലും ആകാത്ത ഒരു യുവാവാണ്. ഇയാളെ പറ്റി എന്തെങ്കിലും വിവരം ലഭിക്കുന്നുണ്ടോ? ആരാണ് അയാൾ? കൂടുതൽ വിവരങ്ങൾ, ഒളിവിൽ പോയതാണോ, എവിടെയാണ് ഉള്ളത് എന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ പോലീസിന്? പോലീസ് പറയുന്നത് ഇതിൽ ഇയാൾക്ക് സഹായിക്കാൻ കൂടി ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാൾ കൂടി ഇതിലുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഈ ഇപ്പോൾ പിടിയിലായത് 19-കാരനാണ്. ഇയാൾ മുൻപ് ഒരു ക്രിമിനൽ കേസിൽ പ്രതിയാണ്. നാട്ടുകാർക്കെല്ലാം ഇവർ ഭയങ്കര ശല്യമാണ് എന്നാണ് ഇപ്പോഴത്തെ അവിടുത്തെ പരിസരവാസികൾ നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇതാണിപ്പോൾ നമുക്ക് പോലീസ് കൂടുതൽ അന്വേഷിച്ചു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ. അനുസരിച്ച് ശരി, പാലക്കാടാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. കവർച്ചയ്ക്കിടെ വൃദ്ധയെ തീയിട്ട് കൊലപ്പെടുത്തി കുഴിച്ചു മൂടുകയായിരുന്നു. ഇപ്പോൾ ഒരു പ്രതി അതിൽ പിടിയിലായിരിക്കുകയാണ്. കൂടാതെ ഒരു 17-കാരൻ കൂടി ഈ പ്രതിയെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഇയാൾക്കായുള്ള അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് പ്രജിത് കോങ്ങാടാണ്. പയ്യന്നൂരിൽ അനസ്തേഷ്യ പിഴവ് കാരണം 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കുടുംബം. ഉത്തരവാദികളായ ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജ്മെന്റിനും ഡോക്ടർമാർക്കുമെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. കുട്ടിയുടെ മുറവ് ഉണങ്ങിയ നിലയിലായിരുന്നു. അനസ്തേഷ്യ നൽകേണ്ട അടിയന്തര സാഹചര്യം എന്തെന്നും ചോദ്യം. 18,000 രൂപ നൽകിയാൽ മാത്രമേ ചികിത്സിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞെന്നും ബന്ധുക്കൾ ആരോപിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. ഈ ഡോക്ടർ പറഞ്ഞ തുന്നേണ്ട ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരണമെങ്കിൽ 18,000 രൂപ എൻ്റെ ഫീസാവുന്നതെന്ന് പറഞ്ഞത്. ഈ 2 സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട് 18,000 രൂപ ഫീസാവുന്നതെന്ന് എൻ്റെ മരുവൻ ഈ കുഞ്ഞിലെ അച്ഛനോട് പറഞ്ഞത്. 3 വയസ്സുള്ള കുട്ടിക്കെങ്കിലും മിനിമം ചെറിയൊരു ഇതിലാണ് അനസ്തേഷ്യ കൊടുക്കാറുള്ളൂ പോലും. അപ്പം ഇതിപ്പം പ്രീമച്യൂർഡ് ബേബിയാണ്, മാത്രമല്ല 1.5 വയസ്സുള്ള ബേബിയാണെന്ന് ഇവർക്കും അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇതിൽ ഡോസിൽ അനസ്തേഷ്യ കൊടുത്തതാണെന്നാണ് ഞങ്ങളുടെ ചോദ്യം. പിഴവ് സംഭവിച്ചു. കാരണം അവരെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ഡോസ് കൂടിപ്പോയ കാര്യം അവർ സംഭവിച്ചല്ലോ. നമ്മുടെ അതിൻ്റെ പ്രൂഫും ഉണ്ട്, ഓഡിയോ പ്രൂഫും ഉണ്ട്. അതിൻ്റെ ഈ ഒരു ചെറിയൊരു മുറിവിൻ്റെ പേരിൽ ഒരു 2 സ്റ്റിച്ച് ചെയ്യേണ്ട ഒരു മുറിവിൻ്റെ ഇതിൽ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു മെഡിക്കൽ എന്താ പറയുക, ഒരു ഡോക്ടർ 1000-ൽ ഒരാൾക്ക് പറ്റുന്ന സംഭവം, അൺപ്രെഡിക്റ്റബിൾ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇത് തള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഒരു കുട്ടിക്കും ഉണ്ടാവാൻ പാടില്ല. അവർ എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി? അവരെ ബിസിനസ് താല്പര്യങ്ങളാണോ, അവരെ എന്ത് താല്പര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഈ സിറ്റുവേഷൻ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി എന്താണ് അവരെ അതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് നമുക്കറിയില്ല. നമ്മൾ ഇതിൻ്റെ അവസാനം വരെ ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ ഇതിൻ്റെ ഈ കുട്ടിക്ക് നീതി ലഭിക്കുന്നതുവരെ അവസാനം വരെ പോരാടണം തന്നെയാണ് നമ്മൾ. കെ.വി. ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, ഇപ്പോൾ ബന്ധുക്കളുടെ പ്രതികരണം പുറത്തു വരുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കുട്ടിയുടെ മുറിവ് ഉണങ്ങി തുടങ്ങിയിരുന്നു. പിന്നെ എന്തിന് കുട്ടിക്ക് അനസ്തേഷ്യ നൽകി എന്നുള്ള ഒരു ചോദ്യമാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. ഇത് തന്നെയാണ് നമുക്കും ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഇതിലെ നിലവിലെ സാഹചര്യം എന്താണ്?
അനുശ്രീ, തുടക്കത്തിൽ ചികിത്സാ പിഴവെന്ന് മാത്രമാണ് കുടുംബം ആരോപിച്ചതെങ്കിൽ അതിലും ഗൗരവമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. അതായത് കൂടുതൽ സാമ്പത്തിക ലാഭം ഈ കുഞ്ഞിനെ വെച്ച് ആശുപത്രി അധികൃതർ ശ്രമിച്ചു എന്ന ഒരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതുതായി അങ്ങേയറ്റം വൈകാരികമായ രംഗങ്ങളാണ് ഇത് സംബന്ധിച്ചിപ്പോൾ നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അതായത് പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി മൃതദേഹം പയ്യന്നൂർ എരമത്തേക്ക് കൊണ്ടുവരുന്നതിനിടയിൽ ഈ കുഞ്ഞിന്റെ മൃതദേഹം ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധിച്ചു. അതുമാത്രമല്ല, ഇതിൽ പ്രധാനമായും ഇവർ ആവശ്യപ്പെട്ടത് ഇതിൽ ആശുപത്രി മാനേജ്മെന്റിനെ പ്രതി ചേർക്കണം. അതോടൊപ്പം 3 ഡോക്ടർമാർ, അതായത് ഇത്തരത്തിൽ കൂടുതൽ ഈ പണം ആവശ്യപ്പെട്ടത് ഉൾപ്പെടെയുള്ള 3 ഡോക്ടർമാരെ കൂടി കേസിൽ പ്രതി ചേർക്കണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആവശ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ മൃതദേഹം ആശുപത്രിക്ക് മുന്നിൽ വെച്ച് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് പോലീസ് ഇപ്പോൾ ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു, മാനേജ്മെന്റിനെയും ഈ കേസിൽ പ്രതി ചേർക്കും. അതായത് നേരത്തെ അഞ്ജലി പൊതുവാൾ എന്ന് പറയുന്ന അനസ്തേഷ്യ വിഭാഗം ഡോക്ടറെ ആണ് പ്രതി ചേർത്തിരുന്നതെങ്കിൽ ഇപ്പോൾ മാനേജ്മെന്റിനെയും പ്രതി ചേർക്കും. അതോടൊപ്പം കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം 3 ഡോക്ടർമാരെയും അന്വേഷണ പരിധിയിൽ ഇപ്പോൾ ഉണ്ടാകും എന്ന പോലീസിന്റെ ഉറപ്പിന്മേലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹവുമായി ബന്ധുക്കളും അതുപോലെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റിയും ഇവിടെ നിന്നും തിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും വലിയ വൈകാരികമായ രംഗമാണ് ഇപ്പോൾ പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിക്ക് മുന്നിൽ അല്പസമയം മുമ്പ് ഉണ്ടായത്. അങ്ങേയറ്റം ഒരു വൈകാരികമായ രംഗം എന്ന് പറയേണ്ടി വരും. കാരണം 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. വലിയ പ്രതീക്ഷയോടെ, കാരണം 8 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞ് ഇവർക്ക് പിറക്കുന്നത്. അങ്ങനെ ഉള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ ഒരു ചെറിയ പരിക്കെന്നാണ് ഈ കുടുംബം പറയുന്നത്. വീണ് താടിയലിനും അതുപോലെ തന്നെ ചുണ്ടിനും ചെറിയൊരു പരിക്കാണ്. ഒരു പ്ലാസ്റ്റർ ഇടാവുന്ന മാത്രം ഉള്ള ഒരു പരിക്കിന് ഇങ്ങനെ ഒരു അനസ്തേഷ്യ കൊടുത്ത തുടർന്നാണ് ഈ കുഞ്ഞ് ബോധം പോവുകയും പിന്നീട് നിരവധി ദിവസം വെന്റിലേറ്ററിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഒടുവിൽ ഇന്നലെ രാത്രിയാണ് ഈ കുഞ്ഞ് ഉണ്ടായത്. ഏതായാലും വലിയ പ്രതിഷേധം ഇപ്പോൾ അല്പസമയം ഉണ്ടായി. ഈ പോലീസിന്റെ ഒരു ഉറപ്പിന്മേലാണ് ഈ പ്രതിഷേധം അവസാനിപ്പിച്ചത്. ഈ മാസം 5-ാം തീയതിയാണ് കുഞ്ഞിനെ വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ തന്നെ ഈ ഒരു ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നും ഇത്തരത്തിൽ തുന്നണം എന്ന രീതിയിൽ പ്രതികരണമുണ്ടായി. ഈ കുഞ്ഞിന്റെ അവസ്ഥ പോലും അറിയാതെ അല്ലെങ്കിൽ മാതാപിതാക്കളോട് പറയാതെയാണ് ഇങ്ങനെ ഒരു അനസ്തേഷ്യ നൽകുന്ന സംഭവം ഉണ്ടായത്. ഈ കുഞ്ഞിന് ഇത് നൽകിയതിനു ശേഷം പിന്നീട് കണ്ണ് തുറന്നില്ല. ഈ കുഞ്ഞ് ഒരു മസ്തിഷ്ക മരണത്തിലേക്ക് പോവുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ബേബി മെമ്മോറിയൽ തന്നെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെന്റിലേറ്ററിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായത്. ഇന്ന് രാത്രിയോടുകൂടിയാണ് കുഞ്ഞ് മരണപ്പെട്ട സാഹചര്യം ഉണ്ടായത്. ഇതിനെ തുടർന്ന് വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉൾപ്പെടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മൃതദേഹവുമായി പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് ഈ ആശുപത്രിയിൽ ഇത്തരത്തിൽ വൈകാരികമായ ഒരു രംഗമുണ്ടായത്. സമരസമിതി പ്രവർത്തകരുണ്ടായിരുന്നു, ആക്ഷൻ കമ്മിറ്റി, ജനകീയ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകരുണ്ടായിരുന്നു, ഈ കുഞ്ഞിന്റെ കുടുംബങ്ങൾ, ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഡോക്ടർമാരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും എന്ന് പോലീസ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പീഡിയാട്രീഷ്യൻ ആശാ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ആരതി എന്നിവരെ കൂടി പ്രതി ചേർക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയ ഒരു സാഹചര്യം കൂടിയുണ്ട്. അനുശ്രീ, ഇതിലിപ്പോൾ ഏറ്റവും പുതുതായി ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിവരം, ഇതിൽ പീഡിയാട്രീഷ്യൻ ആശാ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജൻ ആരതി എന്നിവരെ കൂടി പ്രതി ചേർക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഡോക്ടർമാരെ സംരക്ഷിക്കില്ല എന്ന് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയെന്നും ഈ കുടുംബം ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രിക്ക് മുന്നിലെ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം അത് തന്നെയാണ്. ഒരു നാട് ഒന്നാകെ വലിയ തോതിൽ ഒരു സങ്കടപ്പെടുന്ന നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഈ ഉണ്ടായത്. അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു. ഒടുവിൽ കുഞ്ഞിനെയും കൊണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആശുപത്രിയിലെത്തി പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം, നീതിക്ക് വേണ്ടി അത്തരത്തിലൊരു പ്രതിഷേധിക്കേണ്ട സാഹചര്യം കുടുംബത്തിനുണ്ടായി. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി കുടുംബം ആവശ്യപ്പെട്ട പ്രകാരം 3 ഡോക്ടർമാരെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നു. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ ഈ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാട് മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകില്ല എന്നും കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നു. അങ്ങനെ ഉറപ്പിന്മേലാണ് ഇപ്പോൾ പ്രതിഷേധം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾക്കായി ഇവർ എരമത്തെ വീട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് സമരസമിതി പ്രവർത്തകരും ഇവരുടെ കൂടെ തന്നെ അനുഗമിക്കുന്നുണ്ട്. പ്രതിഷേധം തൽക്കാലം അവസാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടി നോക്കിയായിരിക്കാം ഇനി മറ്റ് പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാവുക. ഏതായാലും ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയ സാഹചര്യത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഈ ഒരു കുടുംബം ആരോപിച്ച പ്രകാരമുള്ള ഈ ഡോക്ടർമാർക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കുന്ന ഉൾപ്പെടെ നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉയർന്ന ഒരു സംഭവമാണിത്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 8 വർഷത്തിന്
കാത്തിരിപ്പിനൊടുവിലാണ് ഒരു കുഞ്ഞ്, അതും പ്രീമെച്യൂറായാണ് ഇവർക്ക് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു കുഞ്ഞിന്റെ ഹിസ്റ്ററി പോലും ആലോചിക്കാതെ വളരെ പെട്ടെന്ന് തന്നെ ഈ അനസ്തേഷ്യ നൽകുന്ന ഒരു പ്രവണതയാണ് ഈ ആശുപത്രിയിൽ നിന്നുണ്ടായത്. മാത്രമല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഈ കുടുംബത്തോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടെന്നൊക്കെ, അതിന് ഓഡിയോ റെക്കോർഡൊക്കെ ഇവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് അവർ ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 18,000 രൂപ നൽകിയാൽ മാത്രമേ ചികിത്സിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതെന്തിനു വേണ്ടി ഡോക്ടർ ആ പണം ആവശ്യപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൽ മറ്റു രോഗികളോടും ഇത്തരത്തിൽ ഡോക്ടർ പണം ആവശ്യപ്പെട്ടിരുന്നു എന്നുള്ളതൊക്കെ ഒരു ചോദ്യമായി അവിടെ ബാക്കിയാവുകയാണ്. തീർച്ചയായും അതുകൊണ്ട് തന്നെയാണ് ഇതിൽ വലിയ ഒരു പ്രതിഷേധം ഇപ്പോൾ രൂപപ്പെട്ടത്. കാരണം ഒരു ചികിത്സാ പിഴവ് അവിടെ ഉണ്ടായി എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ കുഞ്ഞ് ആ രീതിയിൽ വലിയ പരിക്കുകളോട് ഒന്നുമല്ല ആശുപത്രിയിൽ എത്തിയെന്നാണ് ഇവർ പറയുന്നത്. അതായത് ഒരു പ്ലാസ്റ്റർ ഒട്ടിക്കേണ്ട ഒരു സംഭവത്തിനാണ് ഇത്തരത്തിൽ വലിയ തോതിൽ സ്റ്റിച്ച് ഇടുകയും അതിന് അനസ്തേഷ്യ നൽകുന്ന 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് ഇങ്ങനെ അനസ്തേഷ്യ നൽകുന്നുണ്ടായത്. അങ്ങനെ അനസ്തേഷ്യ നൽകി ഈ സ്റ്റിച്ച് ഇടുന്ന സാഹചര്യമുണ്ട്. പിന്നീട് ആ കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ കണ്ണ് തുറക്കുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നാണ് കുടുംബം പറയുന്നത്. അങ്ങനെ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ നൽകാനെന്ന് പറഞ്ഞാണ് കണ്ണൂരിലേക്ക് മാറ്റുന്നത്. ഇതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും രാവിലെ തന്നെ ഒരു വാർത്താക്കുറിപ്പ് വന്നിരുന്നു. ഏതെങ്കിലും തരത്തിൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഈ ഒരു ഇപ്പോഴത്തെ പോലീസ് നടപടിയും അല്ലെങ്കിൽ പോലീസ് നൽകിയ ഉറപ്പും നമുക്ക് നോക്കുമ്പോൾ ഇതിൽ സാമ്പത്തികമായി ഈ കുടുംബത്തെ ചൂഷണം ചെയ്യാൻ ആശുപത്രി ഭാഗത്തുനിന്നും ശ്രമം ഉണ്ടായോ എന്ന വലിയ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. നേരത്തെയൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ പല ആശുപത്രിക്ക് നേരെ ഉയർന്നു വന്നിരുന്നു. ചികിത്സാ പിഴവിനപ്പുറം ഗുരുതരമായ ആരോപണം, അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് അന്വേഷണവും പോകുന്നത്. കാരണം ഈ മറ്റ് ഡോക്ടർമാർക്കെതിരെയും 3 ഡോക്ടർമാർക്കെതിരെ പോലീസ് ഇപ്പോൾ ഈ കേസിൽ പ്രതി ചേർക്കുമെന്ന് ഉറപ്പ് നൽകുമ്പോൾ പോലീസിന്റെ അന്വേഷണം അതിൽ കൃത്യമായി അത്തരത്തിൽ കണ്ടെത്തൽ ഉണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ ഇതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വളരെ പ്രധാനമാണ്. അത് ഇന്ന് വൈകിട്ടോടുകൂടി വലിയ തരത്തിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഡോക്ടർമാരെ പ്രതി ചേർക്കുമെന്ന പോലീസുകാരുടെ ഉറപ്പിന്മേലാണ് അവിടെ ബന്ധുക്കൾ പ്രതിഷേധം അവസാനിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അവർ ഇനിയും പ്രതിഷേധം തുടരാനുള്ള സാധ്യതയുണ്ടോ? അതിലെന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുസരി പ്രതിഷേധം താൽക്കാലികമായി ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. കാരണം പോലീസ് അത്തരത്തിലുള്ള ഉറപ്പ് നൽകിയിരിക്കുന്നു. കുടുംബം രാവിലെ തന്നെ പ്രധാനമായും പറഞ്ഞത് ഈ 3 ഡോക്ടർമാർക്കെതിരെ കേസെടുക്കണം, ഇവരും ഇതിൽ ഈ പണം ആവശ്യപ്പെട്ടതുൾപ്പെടെയുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ കേസെടുക്കണം, മാനേജ്മെന്റിനെ പ്രതി ചേർക്കണം തുടങ്ങിയ ആവശ്യമായിരുന്നു പ്രധാനമായും കുടുംബം ഉന്നയിച്ചിരുന്നത്. അത് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. അവിടെ നിന്നും തിരിച്ച് എരമത്തേക്ക് വരുന്ന വഴിയിലാണ് ഇവർ ആശുപത്രിക്ക് മുന്നിലേക്ക് കുഞ്ഞിന്റെ മൃതദേഹവുമായി എത്തുന്ന സാഹചര്യം ഉണ്ടായത്. അത് വലിയ വൈകാരികമായ രംഗങ്ങൾക്കാണ് ഇടയാക്കിയത്. പ്രതിഷേധത്തിന് ഒരുപാട് ജനകീയ പ്രതിഷേധ സമിതിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്ന് പോലീസ് നൽകിയ ഉറപ്പിന്മേലാണ് ഇപ്പോൾ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾക്ക് ആയി മൃതദേഹം ഇപ്പോൾ കൊണ്ടുപോയിട്ടുണ്ട്. ആശുപത്രിക്ക് മുന്നിലുള്ള പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. അനുശ്രീ, ഏതായാലും കുടുംബത്തിന് ഇങ്ങനെ ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇനി പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇനി എന്ത് നടപടിയാണ് ഇതിൽ കൂടുതൽ കുടുംബം ആരോപിച്ചതുപോലുള്ള അന്വേഷണം ഉണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത്. അല്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ജനകീയ സമരസമിതിയുടെ തീരുമാനം. അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടിയുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ആശുപത്രിക്ക് മുന്നിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധവുമായി ഉണ്ടാകും ഇവർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. ഏതായാലും ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കുടുംബം ഉൾപ്പെടെ ഇവരുടെ കുഞ്ഞിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയാണ് പ്രതിഷേധത്തിനുണ്ടായത്. അതും മൃതദേഹം അവിടെ എത്തിച്ച് പ്രതിഷേധം അത് ഒരു പക്ഷേ വലിയ കൈവിട്ട് വലിയ ഒരു സംഘർഷത്തിലേക്ക് വരെ നീങ്ങാവുന്ന സാഹചര്യം ഉണ്ടായതായി മനസ്സിലാക്കി തന്നെയായിരിക്കും പോലീസ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ അനസ്തേഷ്യ വിഭാഗം ഡോക്ടറായ അഞ്ജലി പൊതുവാളിനെതിരെയായിരുന്നു കേസെടുത്തതെങ്കിൽ ഈ കുടുംബം ആരോപിച്ചതുപോലെ പണം ആവശ്യപ്പെട്ട ഡോക്ടർമാർ, അതോടൊപ്പം ഇതിന് കൂട്ടുനിന്ന ഡോക്ടർമാർ, ഇവരെല്ലാം പ്രതി ചേർക്കാം എന്ന് പോലീസിന് ഉറപ്പ് വന്നിരിക്കുന്നു. അതോടൊപ്പം ഈ മാനേജ്മെന്റും ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കില്ല എന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി സംസ്കാര ചടങ്ങുകൾക്കായി കുഞ്ഞിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏതായാലും ഒരു നാടിനെ മുഴുവൻ
നൊമ്പരമായി മാറുകയാണ് ഈ ഒരു സംഭവം എന്ന് പറയേണ്ടി വരും. അനുശ്രീ. ശരി, പയ്യന്നൂരിൽ അനസ്തേഷ്യ പിഴവ് കാരണം കുഞ്ഞ് മരിച്ച സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. ആശുപത്രി മാനേജ്മെന്റിനെ പ്രതി ചേർക്കും എന്ന് ഇപ്പോൾ കുടുംബത്തിന് പോലീസ് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അനസ്തേഷ്യ ഡോക്ടർക്ക് പുറമേ തന്നെ മറ്റു ഡോക്ടർമാരെയും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരും. അതുപോലെ തന്നെ ഈ പീഡിയാട്രീഷ്യൻ ആശ നിർമ്മൽ, പ്ലാസ്റ്റിക് സർജനായ ആരതി എന്നിവരെ കൂടി പ്രതി ചേർക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയതിനുമേൽ ഇപ്പോൾ കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഡോക്ടർമാരെ സംരക്ഷിക്കില്ല എന്നിപ്പോൾ ആശുപത്രി മാനേജ്മെന്റും കുടുംബത്തിന് ഉറപ്പ് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ഉറപ്പിന്റെ ഒക്കെ മേലാണ് ഇപ്പോൾ പ്രതിഷേധം താൽക്കാലികമായി കുടുംബം അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ കൂടുതൽ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് കുടുംബത്തിന്റെയും തീരുമാനം. അതിന് കാരണക്കാരായ അതിന് ഇൻസിസ്റ്റ് ചെയ്ത ഡോക്ടർ ആരതി അന്തർജനം, ഈ 3 ഡോക്ടേഴ്സിനെയും പ്രതി ചേർക്കണം എന്ന് തന്നെയാണ് നമ്മുടെ തീരുമാനം. ബിക്കോസ് അവരുടെ തീരുമാനപ്രകാരമാണ് ഒരു കുട്ടീനെ അനസ്തേഷ്യ ചെയ്യണോ ട്രീറ്റ്മെന്റ് ചെയ്യണോ എന്നുള്ള തീരുമാനം വരുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും മാനേജ്മെന്റും ഈ 3 ഡോക്ടർമാരോടും പ്രതികേൾക്കുക ചെയ്യണം നിർബന്ധമായിട്ടും. നിസ്സാരം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും ആ ടേബിളിന്റെ മുകളിൽ നിന്ന് പറഞ്ഞത്, അവിടെ ഇപ്പം പരിഹാരം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പോലും പറഞ്ഞത് ഇതിനാണോ സർജറി, ഇതിനാണോ അനസ്തേഷ്യ കൊടുത്തതെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായി തന്നെ ഉണങ്ങാവുന്ന ഒരു മുറിവായിരുന്നു ഈ മുറിവ്. കുട്ടി മരിക്കുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഞാൻ കണ്ടപ്പോൾ ആ മുറിവ് ഉണങ്ങി. ബോഡി ഇൻക്വസ്റ്റ് ചെയ്ത ഡോക്ടർ സാറിനോട് ചോദിക്കാം. പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നാണ് ഇവിടുന്ന് അതിന്റെ എമൗണ്ടും പറഞ്ഞിരുന്നു. അത് കുട്ടിയെ കാണുന്നതിന് മുമ്പേ ഇവിടുന്ന് വാട്സപ്പിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൊടുത്തതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ബാക്കി ട്രീറ്റ്മെന്റ് ഒരു തീരുമാനം. ചർച്ചയ്ക്ക് ശേഷമുള്ള കുഞ്ഞിന്റെ അച്ഛന്റെ സഹോദരന്റെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. കെ വി ബൈജു ആണ് പയ്യന്നൂരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. ഒരിടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. നടപ്പിലാക്കിയത് 25 വർഷത്തെ പ്രവൃത്തി പരിചയം എന്ന നിർദ്ദേശം പാലിച്ചില്ല. മുഖ്യമന്ത്രി ചെയർമാനും ധനകാര്യമന്ത്രി വൈസ് ചെയർമാനുമായ സ്ഥാപനത്തിലാണ് ഈ വഴിവിട്ട നിയമനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ചട്ടവിരുദ്ധ നിയമനത്തിന്റെ രേഖകൾ ന്യൂസ് 18 ലഭിച്ചു. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഡാൻ, വലിയ തരത്തിലുള്ള ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത്, വഴിവിട്ട നിയമനമാണ് ഉണ്ടായിരിക്കുന്നത്. 2 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിക്കുന്ന ഒരു തസ്തിക, അത് വളരെ നിസ്സാരമായി കൈകാര്യം ചെയ്യുന്ന സാഹചര്യം, അതും മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ മുഖ്യമന്ത്രി അറിയാതെ നടക്കും എന്നുള്ള ചോദ്യമാണ് ബാക്കിയാവുന്നത്. കേരളത്തെ ഒരു നോളജ് എക്കോണമിയാക്കി മാറ്റുക എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് ആ ഗവേഷണ സംവിധാനങ്ങളെ സംരംഭങ്ങളാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 2021 മെയ് മാസത്തിൽ കെ ഡിസ്ക് എന്ന പേരിൽ കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നോവേറ്റീവ് സയൻസ് കൗൺസിൽ എന്ന സംവിധാനത്തിന്, സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന സംവിധാനത്തിന്, ഉപദേശക സമിതിക്ക് തുടക്കം കുറിക്കുന്നത്. പക്ഷേ ഈ സമിതിയുടെ പ്രവർത്തനം തുടങ്ങി 2024 മുഖ്യമന്ത്രി ചെയർമാനും ധനകാര്യമന്ത്രി വൈസ് ചെയർമാനുമായ ഈ സമിതിയിലേക്ക് 3 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ നിയോഗിക്കുന്നത്. ഈ 3 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി പട്ടികയിൽ ഇടം പിടിച്ചത് മുഹമ്മദ് റിയാസ്, അതോടൊപ്പം സുദീപ് നായർ, അതോടൊപ്പം റോബിൻ ടോമി തുടങ്ങിയവരാണ്. ഈ 3 പേരും അതത് പ്രവർത്തന മേഖലകളിൽ, അവരവരുടെ പ്രവർത്തന മേഖലകളിൽ 25 വർഷത്തെ പ്രവർത്തന പരിചയം കുറഞ്ഞതുണ്ടാകണം എന്ന ഈ സർവീസ് ചട്ടങ്ങളുടെ കൃത്യമായ ലംഘനം നടത്തിക്കൊണ്ടാണ് ഇവരെ ഈ വലിയ പോസ്റ്റുകളിലേക്ക് നിയോഗിച്ചതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. അതോടൊപ്പം 2025 നവംബർ മാസത്തിൽ റോബിൻ ടോമിയുടെ കാലാവധി അവസാനിച്ച ശേഷവും കെ ഡിസ്കിൻ്റെ ഔദ്യോഗികമായ സൗകര്യങ്ങൾ റോബിൻ ടോമി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 2026 ഏപ്രിൽ 1, 4 തീയതികളിലായി മറ്റ് 2 എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സുദീപ് നായരുടെയും മുഹമ്മദ് റിയാസിൻ്റെയും കാലാവധി അവസാനിക്കേണ്ടതാണ്. അങ്ങനെ കാലാവധി അവസാനിച്ചതിന് ശേഷം വീണ്ടും അവരുടെ പെർഫോമൻസ് അപ്രൈസൽ നടത്തി അവരുടെ പ്രവർത്തന മികവ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷമേ വീണ്ടും പുനർനിയമനം നടത്താൻ പാടുള്ളൂ എന്നാണ് ചട്ടം. എന്നാൽ അതിന് ഘടകവിരുദ്ധമായി കഴിഞ്ഞ മാർച്ച് മാസം 16 തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ച
അതേ ദിവസം തന്നെ ഇവരെ വീണ്ടും എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി പുനർനിയമിച്ചുകൊണ്ട് എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാൻ മുൻ ചീഫ് സെക്രട്ടറി കൂടിയായ KM എബ്രഹാം ഉത്തരവിട്ടതാണ് വിവാദമായിരിക്കുന്നത്. ഇത് ചട്ടങ്ങളുടെ പൂർണ്ണമായ ലംഘനമാണ് എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2,30,000 രൂപ മുതൽ മുകളിലോട്ടാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ശമ്പളം. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ എന്ന കാലാവധിയിൽ 1 വർഷത്തേക്കാണ് ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ നിയോഗിച്ചിരുന്നത്. പക്ഷേ സമയപരിധി കഴിഞ്ഞിട്ടും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെ ചട്ടവിരുദ്ധമായി ഇത്രയും വലിയ ശമ്പളം നൽകിയവരെ വീണ്ടും ഈ തസ്തികയിലേക്ക് പുനർനിയമിക്കാനുള്ളതിൻ്റെ ചേതോവികാരം എന്തായിരുന്നു എന്നതിലാണ് അവ്യക്തത തുടരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചില വിവരങ്ങൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് സൂചന. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ചെയർമാനായ കെ-ഡിസ്കിലെ ഈ വഴിവിട്ട നിയമനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് തുടർ നടപടികളിലേക്ക് ഇനി കടക്കും എന്ന കാര്യത്തിലാണ് വ്യക്തത വരാനുള്ളത്. അതുപോലെ തന്നെ 25 വർഷത്തെ പ്രവൃത്തി പരിചയം എന്ന നിർദ്ദേശം പാലിക്കാതെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് ഈ നിയമനങ്ങളൊക്കെ നടപ്പാക്കിയിട്ടുള്ളത്. ഇതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ആരുടേതായിരുന്നു, ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു നിയമനം നടത്തിയത് എന്നാണ് ഇനി അറിയേണ്ടതല്ലേ? ഒരു തരത്തിൽ ഇതൊരു പിൻവാതിൽ നിയമനം തന്നെയാണ്. പക്ഷേ ആ നിയമനത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നതിലാണ് ചില സംശയങ്ങൾ ബാക്കിയാകുന്നത്. പ്രത്യേകിച്ച് പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ കൃഷി, ആരോഗ്യം, അതോടൊപ്പം വിദ്യാഭ്യാസ മേഖലയിലും വ്യവസായ മേഖലയിലുമൊക്കെ നൂതന സാങ്കേതിക വിദ്യകളെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു AI വിപ്ലവം ഈ പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വലിയൊരു കൃത്യമായൊരു ഇന്നൊവേറ്റീവ് പ്രൊജക്റ്റായിട്ടാണ് കെ-ഡിസ്കിൻ്റെ പ്രവർത്തനം 2021 തുടങ്ങുന്നത്. അങ്ങനെയൊരു ഉപദേശക സമിതിയിലേക്ക് മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ചെയർമാനും വൈസ് ചെയർമാനുമായ ഒരു സമിതിയിലേക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ഗൗരവതരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ട ഒന്നാണ്. അങ്ങനെ ഒരു സ്ഥലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി എങ്ങനെ ഈ യോഗ്യതകളില്ലാത്തവരെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് സംശയമുളവാക്കുന്ന കാര്യം. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. ഈ ആരോപണങ്ങളിലാണ് വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ തുടർ നടപടികൾ ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നത്. ഡാൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ മുഖ്യമന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ഡാൻ നേരത്തെ പറഞ്ഞു. ഇതിൽ കൂടുതൽ നടപടികൾക്കുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പരാതികൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ടോ? സ്വാഭാവികമായി ഈ നിയമന വിവാദത്തിനപ്പുറത്തേക്ക് കെ-ഡിസ്കുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ 5 വർഷങ്ങളിൽ അവർ ഏത് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിയത്, ആ പ്രവർത്തനങ്ങളിലൂടെ നൈപുണ്യ വികസനം അടക്കം കാഴ്ചവെച്ചുകൊണ്ട് ഈ അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് തൊഴിലുറപ്പാക്കാൻ ഈ കെ-ഡിസ്കിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും വൻ ശമ്പളം കൊടുത്ത് ഇത്രയും അധികം ഉദ്യോഗസ്ഥർ ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായി ഖജനാവിന് നഷ്ടമുണ്ടാകുന്ന തരത്തിലാണ് ഇവരുടെ ഈ വൻ ശമ്പളത്തിൻ്റെ തോതൊക്കെ. അങ്ങനെയാണെങ്കിൽ അതിന് ആനുപാതികമായ പ്രയോജനം അത് എത്ര ആളുകൾക്ക് ഇവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായി തൊഴിൽ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്, അത് ഏതൊക്കെ തരത്തിൽ ഏതൊക്കെ മേഖലകളിൽ, പ്രത്യേകിച്ച് ഗവേഷണ മേഖലയിലൊക്കെ ഏത് തരത്തിൽ അവരുടെ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ ഒരു ചോദ്യമായി നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഈ നിയമനത്തിലെ വിവാദവുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ആ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ മാത്രം നമ്മൾ പുറത്തേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഉയരുന്ന ആരോപണങ്ങൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെയാണ് സൂചന. കെ-ഡിസ്കിൽ വഴിവിട്ട നിയമനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിയമനങ്ങളാണ് ക്രമവിരുദ്ധമായി നടത്തിയിട്ടുള്ളത്. 2 ലക്ഷം രൂപ വരെ ശമ്പളം ലഭിച്ചേക്കാവുന്ന നിയമനങ്ങളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ 25 വർഷത്തെ പ്രവൃത്തി പരിചയം എന്ന നിർദ്ദേശം പാലിക്കാതെ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് ഈ നിയമനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ആരുടെ നിർദ്ദേശപ്രകാരമായിരുന്നു, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതാരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. ഡാൻ കുര്യനാണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറത്ത് തലയില്ലാത്ത മൃതദേഹം കരക്കിടിഞ്ഞു. പുരുഷന്റെ മൃതദേഹത്തിന് 1 മാസത്തിലധികം പഴക്കമുണ്ടെന്നാണ് നിഗമനം. മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. തല വേർപെട്ടതാണ് ദുരൂഹതയ്ക്കിടയാക്കുന്നത്. മുങ്ങി മരണമാണെങ്കിൽ തല മാത്രം മൃതദേഹത്തിൽ നിന്ന് വേർപെട്ടു പോകാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ബേക്കൽ കോസ്റ്റിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. KV ബൈജു ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ബൈജു, ഇതിൽ കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ടോ?
അനുസരി ഇന്ന് രാവിലെയാണ് കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഹാർബറിന് സമീപം ഇത്തരത്തിൽ തലയില്ലാത്ത ഒരു മൃതദേഹം ഇങ്ങനെ കരക്ക് അടിഞ്ഞത്. മത്സ്യത്തൊഴിലാളികളാണ് ഇതാദ്യം കാണുന്നത്. പിന്നീട് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വിശദമായ പരിശോധന നടത്തിയപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിൽ വലിയ സംശയം ഉയരുന്നത്, ദുരൂഹത ഉയരുന്നത് ഇതിൽ ഈ തലയില്ലാതെ ഏതെങ്കിലും തരത്തിൽ ഇതിൽ അനുസരി സൂചിപ്പിച്ചതുപോലെ തന്നെ മുങ്ങി മരണമാണെങ്കിൽ ഈ തല മാത്രം എങ്ങനെ ശരീരത്തിൽ നിന്നും വേർപ്പെടും എന്ന ഒരു ചോദ്യമാണ് ഉയരുന്നത്. ഇതിപ്പോൾ സമീപത്തെ എവിടെയെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം ഇങ്ങനെ തിരയിൽ വന്നതാണോ എന്നൊരു സംശയവുമുണ്ട്. എന്തായാലും ഇതിൽ ദുരൂഹത ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കേസെടുത്തപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബേക്കൽ കോസ്റ്റ് ഗാർഡും അതോടൊപ്പം കാസർഗോഡ് ടൗൺ പോലീസുമാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നത്. ഒരു പുരുഷന്റെ മൃതദേഹമാണ് ഇങ്ങനെ കരക്ക് വന്നത്. ഒരു 1.5 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് ഇതിൽ നിന്നും പോലീസിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന. ഏതായാലും ഏതെങ്കിലും തരത്തിൽ ആളുകളെ ഏതെങ്കിലും തരത്തിൽ മിസ്സിംഗ് ഈ പരിസരത്ത് സമീപത്തായിട്ട് ഉണ്ടോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അത്തരം അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതിൽ ദുരൂഹത ഉയരുന്നത് പ്രധാനമായും ഇങ്ങനെ തലയില്ലാത്ത രീതിയിൽ ഈ ഒരു മൃതദേഹാവശിഷ്ടം കണ്ടെത്തിയത് തന്നെയാണ്. അങ്ങനെ വരാനുള്ള ഒരു സാധ്യത അത് മത്സ്യത്തൊഴിലാളികളും സംശയത്തിന് അവരും അങ്ങനെ പറയുന്നുണ്ട്. കഴിഞ്ഞ നേരത്തെ ഒന്നും അങ്ങനെ മൃതദേഹങ്ങളൊന്നും കരക്കടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിലൊരു സംശയം ഉയർന്നിട്ടുണ്ട്. ഇത് ആരുടേതാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അത്തരം പരിശോധനകളിലേക്കാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാസർഗോഡ് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് നെല്ലിക്കുന്ന് കടപ്പുറം. അവിടെ നിരവധി ആളുകളുള്ള ഹാർബറിന് സമീപം തന്നെയാണ് ഇങ്ങനെ ഒരു മൃതദേഹം കരക്കടിഞ്ഞത്. ഇതിനി എവിടെ നിന്നും ഇങ്ങനെ എത്തിയതാണെന്ന കാര്യത്തിലുള്ള ഒരു പരിശോധന ഉണ്ടാകും. മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും വിവരം അറിയിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആളുകളെ മിസ്സിംഗ് ആയിട്ടുണ്ടോ എന്നത് ഒരു ഭാഗത്ത് പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും കുഴിച്ചിട്ട മൃതദേഹം ഈ തിരമാലയിൽപ്പെട്ട് അങ്ങനെ വന്നതാണോ എന്നതും ഒരു സംശയമുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അനുശ്രീ, ബൈജു, ഈ കാസർഗോഡ് ഭാഗത്ത് അല്ലെങ്കിൽ ആ നെല്ലിക്കുന്ന് കടപ്പുറത്ത് ഭാഗത്ത് കാണാതായിട്ടുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ടോ? അതുപോലെ തന്നെ മിസ്സിംഗ് കേസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലുള്ള പോലീസിന്റെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ടോ? ആ ഒരു രീതിയിലേക്ക് അന്വേഷണം പോയിട്ടുണ്ടോ? അനുസരി ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. ഇതുവരെയായും അങ്ങനെ ഒരു മിസ്സിംഗ് കേസ് ഉള്ളതായി അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും കാണാതായതായുള്ള ഒരു വിവരം പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആരുടെ മൃതദേഹമാണ് എന്നൊരു സംശയമാണ്. കാരണം 1.5 മാസത്തോളം പഴക്കമുണ്ട് എന്ന് പറയുമ്പോൾ ആ ഒരു കാലയളവിൽ ഉള്ള ആളുകൾ ഏതെങ്കിലും തരത്തിൽ കാണാതായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊക്കെ അന്വേഷണം നടത്തേണ്ടി വരും. ആ തരത്തിലുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് ഏതായാലും ആരംഭിച്ചിട്ടുണ്ട്. ഈ 1.5 മാസത്തോളം പഴക്കമുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ ഇത് കണ്ടപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാലയളവിലുള്ള ഈ ഒരു സമയത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ സമീപത്തായുള്ള കാസർഗോഡ് ജില്ലയുടെയോ അല്ലെങ്കിൽ ഒരുപക്ഷെ കർണാടകയിലൊക്കെ ആളുകൾ ഒഴുക്കിൽപ്പെട്ടാലൊക്കെ ഈ ഒരു നെല്ലിക്കുന്ന്, തൈക്കടപ്പുറം, ചിത്താരി ഭാഗങ്ങളിലൊക്കെ മൃതദേഹം കരക്കടിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഉൾപ്പെടെ ഈ ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. പോലീസിന്റെ ഭാഗത്ത് അത്തരം അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ദുരൂഹത ഈ ഒരു ശരീരം, ഈ ഒരു മൃതദേഹ അവശിഷ്ടത്തിന് തല ഇല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഐഡന്റിഫിക്കേഷൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഈ മൃതദേഹവും ജീർണിച്ചിട്ടുണ്ട്. ഇത്രത്തോളം പഴക്കമുള്ളതുകൊണ്ട് കടലിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ജീർണിച്ച അവസ്ഥയിലാണുള്ളത്. എല്ലുകളൊക്കെ പുറത്ത് കാണുന്ന രീതിയിൽ, മാംസങ്ങളൊക്കെ ഇല്ലാത്ത രീതിയിൽ അങ്ങനെയാണ് ആ മൃതദേഹ ഭാഗമുള്ളത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഇത് കണ്ടെത്താൻ അല്പം പ്രയാസമുണ്ടെന്ന് പോലീസും പറയുന്നുണ്ട്. ഏതായാലും മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ, സമീപ പോലീസ് സ്റ്റേഷനുകളിൽ, അയൽ ജില്ലകളിലെ കണ്ണൂർ ഉൾപ്പെടെ വിവരം പോലീസ് കൈമാറിയിട്ടുണ്ട്. നേരത്തെ അനുസരിച്ച് ചോദിച്ചതുപോലെ തന്നെ ഇതിൽ ആരെങ്കിലും കാണാതായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചാണ് ഇതിൽ പ്രാഥമികമായി പോലീസ് അന്വേഷണം നടത്തുന്നത്. അത്തരം വിവരങ്ങൾ ഏതെങ്കിലും കിട്ടിയാൽ മാത്രമേ പോലീസിന് ഇതിൽ ഒരു വ്യക്തത ഉണ്ടാകൂ. അതല്ലെങ്കിൽ വലിയ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടി വരും. ഇതിന് ആരുടെ മൃതദേഹമാണ്, ഏതെങ്കിലും കൊലപാതകമോ മറ്റോ അത്തരം സാഹചര്യം ഉണ്ടോ എന്നതും പോലീസ് അതിന്റെ അന്വേഷണം കൂടി പോലീസ് നടത്തുന്നുണ്ട്. ഏതായാലും പെട്ടെന്ന് തന്നെ ഇത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പോലീസ് പ്രതീക്ഷിക്കുന്നു. പ്രധാനമായും ഇത് കാണാതായവരെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ബൈജു, മറ്റൊരു കാര്യം, ഇത് മരണകാരണം എന്തെന്ന് കണ്ടെത്തുന്നതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും അനുസരിച്ച് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. അപ്പോൾ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ കാസർഗോഡ് ടൗൺ പോലീസ്, അതുപോലെ തന്നെ കോസ്റ്റൽ പോലീസ് ഉൾപ്പെടെ ഇവിടെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇൻക്വസ്റ്റ് നടപടികൾ അവിടെ നിന്നും പൂർത്തിയാക്കി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അനുസരിച്ച് സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും തരത്തിൽ മുറിവുകളോ അതല്ലെങ്കിൽ മർദ്ദനമോ ഏറ്റ പാടുകളോ മറ്റോ ഉണ്ടോ എന്നത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വ്യക്തത ഉണ്ടാകും. പ്രാഥമികമായ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ തന്നെ ഇതിൽ ഈ ഒരു സംഭവത്തിന്റെ ഒരു ദുരൂഹത മാറും എന്ന് തന്നെയാണ്
പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന് വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്നാണ് പോലീസ് പറയുന്നത്. ഏതായാലും അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ആളുകളെ കാണാതായതിനെ സംബന്ധിച്ചോ അങ്ങനെ ഏതെങ്കിലും കേസുകൾ ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് നിർണായകമായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിൽ മർദ്ദനമേറ്റതോ അല്ലെങ്കിൽ അത്തരം പാടുകൾ ഉണ്ടെങ്കിൽ അത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോടെ വരും. അപ്പോൾ അതിലൊരു ദുരൂഹത മാറുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, കാസർഗോഡ് നെല്ലിക്കുന്നാണ് ഇത്തരത്തിൽ തലയില്ലാത്ത മൃതദേഹം കരക്കിടിയുന്ന സാഹചര്യമുണ്ടായത്. പുരുഷന്റെ മൃതദേഹമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതാരാണ് മരണപ്പെട്ടത് എന്ന് കണ്ടെത്തുന്നത് ഇപ്പോഴും വലിയ ആശയക്കുഴപ്പത്തിലാണ് പോലീസ്. ആരെങ്കിലും പ്രദേശത്ത് നിന്ന് മിസ്സായിട്ടുണ്ടോ എന്നുള്ളതടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. മത്സ്യത്തൊഴിലാളികളാണ് ആദ്യം മൃതദേഹം കാണുന്നത്. തല വേർപെട്ടത് കൊണ്ട് തന്നെ ആരാണ് മരിച്ചത് എന്നുള്ളത് കണ്ടെത്തുന്നത് വലിയ ആശയക്കുഴപ്പമായി ഇപ്പോൾ പോലീസിന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ ഇപ്പോൾ അവിടെ പുരോഗമിച്ചു വരികയാണ്. കെ വി ബൈജു ആണ് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. കോറോ ഹെൽത്തിന് പിന്നാലെ കൂട്ട പിരിച്ചുവിടലുമായി കൊച്ചി ആസ്ഥാനമായ ടാൽ റോപ്പ്. ശമ്പളവും ജോലിയുമില്ലാതെ 300ഓളം ജീവനക്കാരാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. AI മൂലം കമ്പനി പൂട്ടുകയാണെന്നാണ് ഉടമകളുടെ വിശദീകരണം. ജോലി നഷ്ടപ്പെട്ടവർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കമ്പനി നഷ്ടത്തിലാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. കാരണം കമ്പനിയുടെ ഒത്തിരി കാര്യങ്ങൾ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ബാക്കി കാര്യങ്ങളായിക്കോട്ടെ, ഡയറക്ടേഴ്സിന്റെ കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ കാര്യങ്ങളെല്ലാം വളരെ വൃത്തിക്കും വെടിപ്പൊന്നും നടക്കുന്നുണ്ട്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങൾക്കോ ഇല്ല. അവർക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇൻഷുറൻസ് ഉണ്ട്, പിള്ളേരെ പഠിപ്പിക്കുന്ന സ്കൂൾ ഫീസും കാര്യങ്ങളും, ഇവരുടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിന്റെ കാര്യം മാത്രമാണ് പെൻഡിംഗ് ആയിരിക്കുന്നത്. ഏകദേശം 11 മാസമാണ് എനിക്ക് സാലറി പെൻഡിംഗ് ഉള്ളത്. അത് ഓരോ ഘട്ടത്തിൽ ചോദിക്കുമ്പോൾ, അത് മാത്രമല്ല ഞാനൊരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത ആളാണ്. അഡ്മിനിസ്ട്രേഷന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഓഫീസിന്റെ റണ്ണിങ്ങിന് വേണ്ടി വരെ ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ചോദിക്കുമ്പോൾ തരാം എന്ന് പറഞ്ഞിട്ട് പലപ്പോഴും ഇപ്പോൾ ആരും ഫോൺ വിളിച്ചാൽ പോലും എടുക്കുന്നില്ല. എന്ത് ചെയ്യുമെന്നുള്ളത് അത്രക്കും ഡെപ്റ്റിൽ നിൽക്കുന്ന ആളാണിപ്പോൾ. എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ പല ക്രെഡിറ്റ് കാർഡുകളും പേയ്മെന്റ് ഡ്യൂ ആയിട്ടുണ്ട്. പല ഫിനാൻഷ്യലി പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നത്. ഒക്ടോബറോടെ ആനുകൂല്യങ്ങൾ നൽകുമെന്നാണ് കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. ഹാർഡ് റിയാലിറ്റി ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ, ഇന്ന് എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിനർത്ഥം ഞങ്ങൾ എന്ത് ചെയ്യില്ല, നിങ്ങളുടെ സെറ്റിൽമെന്റ് ചെയ്യില്ല എന്നല്ല. ഞങ്ങൾ ഓൾറെഡി ഞാൻ കൃത്യമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒക്ടോബർ വരെ നമുക്ക് സമയം വേണം. പക്ഷെ അതിന് മുൻപ് തന്നെ സെറ്റിൽമെന്റ്സ് എല്ലാ എംപ്ലോയീസ് മാത്രമല്ല, എൻ്റെ ഇൻവെസ്റ്റേഴ്സ്, എൻ്റെ എംപ്ലോയീസ്, എൻ്റെ വെൻഡേഴ്സ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഇപ്പോൾ പെൻഡിങ് കിടക്കുന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും നമ്മൾ സെറ്റിൽമെന്റ്സ് ഈ വരുന്ന ഒക്ടോബറിന് മുൻപ് ക്ലിയർ ചെയ്യും. നാമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. നാമി, ഈ ടാൽ റോപ്പിലെ ഈ പിരിച്ചുവിടലിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണ്? അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അനുശ്രീ, ഈ കമ്പനി നൽകുന്ന വിശദീകരണം ഗൾഫ് രാജ്യത്തെ യുദ്ധം, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവർക്ക് സാമ്പത്തികമായി വലിയ നഷ്ടമുണ്ടായി. കമ്പനി വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത സാഹചര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൂട്ട പിരിച്ചുവിടലിന് കാരണമെന്നാണ് കമ്പനി നൽകുന്ന വിശദീകരണം. പക്ഷേ ജീവനക്കാർ പറയുന്നത് കമ്പനി അത്രയും വലിയ നഷ്ടത്തിലല്ല. ഞങ്ങൾക്ക് ഈ ജീവനക്കാർക്ക് ശമ്പളം നൽകാതിരിക്കാനുള്ള തന്ത്രമാണ് ഈ കമ്പനി നടത്തുന്നത് എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വലിയൊരു പ്രതിഷേധം ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏകദേശം 300ഓളം ജീവനക്കാരെയാണ് ഇത്തരത്തിൽ പിരിച്ചുവിട്ടത്. ഓരോരുത്തർക്കും 6 മുതൽ 11 മാസം വരെയുള്ള ശമ്പളം ലഭിക്കാനുണ്ട്. അവരൊക്കെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പലരും മറ്റ് ജോലികൾ തേടി പോവുകയും ചെയ്തു. പക്ഷെ 6 മാസത്തോളം ശമ്പളം നൽകാതിരിക്കുന്നത് ഇവർക്ക് വലിയ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതിഷേധവുമായി ഇവർ രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും കമ്പനിയുടെ CEO ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയത് അത്തരത്തിലുള്ള ഒരു പ്രശ്നം, അതായത് കൃത്യമായി ആദ്യം നൽകിയ സമയം അനുസരിച്ച് വേണ്ട വിധത്തിൽ ശമ്പളം നൽകുവാനായി കഴിഞ്ഞില്ല എന്നുള്ളത് കമ്പനിയുടെ വലിയ പോരായ്മയാണ്. പക്ഷെ കമ്പനി വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ്. ഉടനെ തന്നെ, അതായത് ഈ വരുന്ന ഒക്ടോബറിനുള്ളിൽ തന്നെ എല്ലാ ശമ്പളവും എല്ലാവർക്കും ഘട്ടം ഘട്ടമായി കുടിശ്ശിക തീർക്കും എന്നാണ് നൽകുന്ന വിശദീകരണം. ലേബർ കമ്മീഷനെയും ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് കമ്പനി ഉടമകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ അതിപ്പോഴും ജീവനക്കാർ അതിൽ വിശ്വാസമില്ല. കാരണം പല തവണ ജൂലൈയിൽ ഈ മാസം തന്നെ കൊടുത്തു തീർക്കാമെന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ഒപ്പം പിന്നീട് മാർച്ച് മാസത്തിൽ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ പല അവധിയാണ് ഈ കമ്പനിയുടെ ഉടമസ്ഥർ നൽകുന്നത്. പക്ഷെ ജീവനക്കാർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ CEO പറഞ്ഞ കാര്യത്തെയും വിശ്വാസത്തിൽ എടുത്തിട്ടുമില്ല. എങ്കിൽ പോലും
സിഇഒ ഇന്ന് മാധ്യമങ്ങൾ ഇത്രയും പ്രതിഷേധം പിന്നീട് മാധ്യമ വാർത്തകളായതിന് പിന്നാലെയാണ് എത്രയും വേഗം, അതായത് ഓഗസ്റ്റ് മാസത്തോടുകൂടി ഒക്ടോബർ മാസത്തോടുകൂടി ഇവരുടെ ശമ്പളം കൊടുത്തു തീർക്കും എന്ന ഒരു വിശദീകരണവുമായി കമ്പനിയും രംഗത്തെത്തിയത്. നാമി, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ജോലി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് തൊഴിൽ നിയമങ്ങളൊന്നും പാലിക്കാതെയുള്ള ഒരു പിരിച്ചുവിടലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ തൊഴിൽ വകുപ്പ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ? തൊഴിൽ വകുപ്പ് ജീവനക്കാർ പറയുന്നത് തൊഴിൽ വകുപ്പിനോട്, ലേബർ കമ്മീഷനോട് അടക്കം ഇക്കാര്യം ബോധിപ്പിച്ചതാണ്. പക്ഷേ ലേബർ കമ്മീഷൻ വിളിച്ചപ്പോൾ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടവർ ഫോൺ എടുത്തിരുന്നില്ല എന്നാണ് അവർ നൽകുന്ന വിശദീകരണം. പക്ഷേ ഈ കമ്പനിയുടെ സിഇഒ അടക്കം പറയുന്നത് ലേബർ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരുന്നു, അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്, കമ്പനി നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ സിഇഒ വ്യക്തമാക്കുന്നത്. എന്തായാലും ഉടനെ തന്നെ ഈ ജീവനക്കാരുടെ ആശങ്ക അത് പരിഹരിക്കപ്പെടും. അത് അവരുടെ ആശങ്കയിൽ ഞങ്ങൾ കാര്യമായി തന്നെയാണ് എടുക്കുന്നത് എന്നാണ് ഇപ്പോൾ ഇവർ നൽകുന്ന വിശദീകരണം. ഇപ്പോൾ ഈ പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നത് വരെ പ്രതിഷേധം തുടരാൻ തന്നെയാണോ ഈ ജീവനക്കാരുടെ തീരുമാനം? തൽക്കാലം അവർ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. കാരണം ഇപ്പോൾ കമ്പനി മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഉറപ്പ് നൽകിയത്. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് ജീവനക്കാർ മടങ്ങുകയാണ്. എന്തായാലും ഈ ഒരു കമ്പനി പറയുന്ന പ്രകാരം ഇവർക്ക് വിശ്വാസമില്ല എങ്കിൽ കേസുമായി മുന്നോട്ട് പോകട്ടെ, വേണമെങ്കിൽ തങ്ങൾക്കെതിരെ ലേബർ കമ്മീഷനോ അല്ലെങ്കിൽ കോടതിയോ സമീപിക്കാമെന്നാണ് കമ്പനി പറയുന്നത്. കാരണം ജീവനക്കാരുടെ ആശങ്ക ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, അവർക്ക് എത്രയും വേഗം ഘട്ടം ഘട്ടമായെങ്കിലും പണം കൊടുത്തു തീർക്കാൻ ശ്രമിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. എന്തായാലും ഈ കമ്പനി പറഞ്ഞ ഒരു അവധി കൂടി തങ്ങൾ പരിഗണിച്ച ശേഷം ഇനിയും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിക്കടക്കം ഈ ജീവനക്കാർ ഇതിനോടകം തന്നെ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ശരി, കൊച്ചി ആസ്ഥാനമായ ടാൽ ഗ്രൂപ്പിലാണ് ഇത്തരത്തിൽ കൂട്ട പിരിച്ചുവിടൽ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. 300ഓളം ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. അവർ ശമ്പളവും ഒന്നുമില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നാമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.